സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35 ഈ മാസം 22-നോ 23-നോ മടങ്ങുമെന്ന് അധികൃതർ. ഇന്ധനം നിറച്ച ശേഷമുള്ള വിമാനത്തിന്റെ പരിശോധന തൃപ്തികരമാണ്. ബ്രിട്ടീഷ് നാവികസേനയുടെ മേധാവിയുടെ അനുമതിയാണ് ഇനി ലഭിക്കേണ്ടത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ട്രോളുകളിലൊക്കെ ഇടം നേടിയതാണ് ഈ യുദ്ധവിമാനം. ഒടുവിൽ അതിന് മടക്കയാത്രയ്ക്ക് ഒരുക്കമായി എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണോ വിവരം? അനുജ, ട്രോളുകളിലും പരസ്യങ്ങളിലുമൊക്കെ ഇടം പിടിച്ച ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 കേരളത്തിൽ നിന്ന് മടങ്ങുമെന്നതിൻ്റെ ശുഭകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മാസം 22-നോ 23-നോ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. ബ്രിട്ടീഷ് വിദഗ്ധരെത്തിയാണ് ഏറെ സമയമെടുത്താണ് ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ ഇന്ധനം പരിശോധിച്ചത്. ഇന്ധന തീർന്നതിനെ തുടർന്നാണ് ജൂൺ 14-ന് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. പിന്നീട് ഇങ്ങോട്ട് സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള നിരന്തര ശ്രമങ്ങളായിരുന്നു. എന്നാൽ അത്തരം തകരാറുകൾ പരിഹരിക്കാൻ കഴിയാത്ത തുടർന്ന് പിന്നീട് ബ്രിട്ടനിൽ നിന്ന് പ്രത്യേക സംഘമെത്തി. അവർ വിമാനം കയറ്റിക്കൊണ്ടുപോകുന്ന അടക്കമുള്ള വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ എയർ ഇന്ത്യ ഹാങ്കറിൽ വെച്ച് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. ഇന്നലെ ഇന്ധനം നിറച്ചുള്ള പരിശോധനകളും പൂർത്തിയായി. ഇതോടുകൂടി വിമാനം പറക്കലിന് സുസജ്ജമാണ് എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ബ്രിട്ടീഷ് നാവികസേനാ മേധാവിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ യാത്രാ തീയതി അന്തിമമായി തീരുമാനിക്കും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 22-നോ 23-നോ വിമാനം തിരുവനന്തപുരം വിടുമെന്നാണ് ലഭിക്കുന്ന വിവരം.